ഓക്കെ, അപ്പോൾ നമ്മൾ ന്യൂട്രീഷൻ എന്താണെന്നാണ് ആദ്യം അറിയാൻ പോകുന്നത്. ന്യൂട്രീഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ജസ്റ്റ് ഫുഡ് കഴിക്കൽ മാത്രമല്ല അതിൽ വരുന്നത്. കാരണം ആ കഴിച്ച ഫുഡ് ശരിക്കും നമ്മുടെ ബോഡി അബ്സോർബ് ചെയ്ത് ഗ്രോത്ത് ആൻഡ് റീപ്ലേസ്മെൻറ്റ് ഓഫ് ടിഷ്യൂവിന് അത് യൂസ് ആകണം. കാരണം ചിലപ്പോഴൊക്കെ ചില കണ്ടീഷൻസിൽ നമുക്ക് ഫുഡ് കഴിച്ചാലും അത് ബോഡി അത് യൂസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ന്യൂട്രീഷൻസ് മെയിൻലി കവേഴ്സ് the process by which a living organism assimilate food and use it for growth and replacement of tissue. അപ്പോൾ ജനറലി ന്യൂട്രിയൻസിൻ്റെ പല ക്ലാസിഫിക്കേഷൻ സ്കീമുണ്ട്. അതിൽ അതിൻ്റെ ഒരു റോൾ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റിയാണ് വേണ്ടതെന്നനുസരിച്ച് ബേസിക്കലി മൈക്രോ ന്യൂട്രിയൻസിനും മാക്രോ ന്യൂട്രിയൻസിനും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാക്രോ ന്യൂട്രിയൻസ് പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും, അതായത് നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി വേണം. അതിൽ പെട്ടതാണ് കാർബോഹൈഡ്രേറ്റ്, അതായത് നമ്മുടെ അരി ഭക്ഷണം, ഗോതമ്പൊക്കെ. പിന്നെ ലിപ്പിഡ്സിലാണ് ഓയിൽസും ഫാറ്റ്സൊക്കെ വന്നത്. അതൊരു മാക്രോ എന്ന് വെച്ചാൽ അരി പോലെ കാർബോഹൈഡ്രേറ്റ് പോലെ ആകില്ല. ഈ പിരമിഡിൽ നോക്കിയാൽ അറിയാം നമ്മളുടെ എത്ര ക്വാണ്ടിറ്റിയാണ് നമുക്ക് വേണ്ടതെന്ന്. നെക്സ്റ്റ് ഇസ് പ്രോട്ടീൻസ്. നമുക്കറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബോഡിയിൽ ആൻഡ് ബോഡി ബിൽഡിങ്ങിനും ടിഷ്യൂ സെൽ ഡെവലപ്മെൻറ്റിനൊക്കെ പ്രോട്ടീൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് മൈക്രോ ന്യൂട്രിയൻസ് ഇതുപോലെ തന്നെ പേരിൽ നിന്ന് മനസ്സിലാവും. അത് വളരെ ചെറിയൊരു തോതിൽ മതി, ബട്ട് അത് വേണമെന്താനും. അപ്പം അതിൽ പെട്ടതാണ് നമ്മുടെ വൈറ്റമിൻസ്, പിന്നെ അതുപോലെ തന്നെ മിനറൽസ് ആൻഡ് ട്രേസ് എലമെൻറ്റ്സ്. വൈറ്റമിൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ കുറേ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ്, സ്കർവി അങ്ങനെയുള്ള പല ഡിസീസും. പിന്നെ മിനറൽസിൻ്റെ കേസസിൽ നമുക്കറിയാം നമ്മുടെ ബോൺസും ടീത്തിലൊക്കെ കാൽഷ്യം, ഫോസ്ഫറസ് ഒക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ചില ട്രേസ് എലമെൻറ്റ്സ് ബോഡിയിൽ വേണ്ട കുറച്ച് കോമ്പൗണ്ട്സ്, ഇതെല്ലാം മൈക്രോ ന്യൂട്രിയൻസിൽ പെട്ടതാണ്. പിന്നെ വാട്ടറാണ് വേറൊരു കാറ്റഗറി. അപ്പോൾ ടോട്ടൽ 6 ഉണ്ട്. അതിൽ എസെൻഷ്യൽ ന്യൂട്രിയൻ്റ് എന്ന് പറയും. വാട്ടർ എന്ന് വെച്ചാൽ നമ്മളുടെ എല്ലാം ബോഡി പ്രോസസ്സിനും അതുപോലെ നമ്മുടെ ബോഡിയും ഏറ്റവും കൂടുതൽ വാട്ടർ കണ്ടൻ്റാണ് ഉള്ളത്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാം ബ്ലഡും എല്ലാം വാട്ടറിൽ നിന്നാണ്. അപ്പോൾ വാട്ടർ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂട്രിയൻ്റ് ആണ്. ഫുഡ് കഴിക്കാതെയാണെങ്കിൽ നമുക്ക് കുറച്ച് ദിവസമെങ്കിലും ജീവിക്കാൻ പറ്റുമെങ്കിലും വാട്ടർ എന്ന് പറയുന്നത് ബോഡിക്ക് മസ്റ്റാണ്. അല്ലെങ്കിൽ ഡീഹൈഡ്രേഷനും പല പ്രശ്നങ്ങളും വന്ന് പിന്നീട് അതൊരു ഡെത്ത് സ്റ്റേജ് വരെ പോകാം വാട്ടർ നമ്മൾ പ്രോപ്പർ ഇൻടേക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ. നെക്സ്റ്റ് ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് ഫുഡ് ടൈപ്സ് ബേസിക്കലി നമ്മൾ ഇപ്പോൾ നേരത്തെ ക്ലാസിഫൈ ചെയ്തത് 6 ടൈപ്സ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ അതിൻ്റെ റോൾ അനുസരിച്ച്, ഫോർ എക്സാമ്പിൾ എനർജി പ്രൊവൈഡിങ് എന്ന് വെച്ചാൽ അതിന് എനർജി പ്രൊവൈഡിങ് റോൾ മാത്രമേ ഉള്ളൂ, ബട്ട് ദാറ്റ് ഈസ് റിക്വയർഡ് ഫോർ അവർ ഡെയിലി ആക്ടിവിറ്റി, ടു ക്യാരി ഔട്ട് അവർ ഡെയിലി ആക്ടിവിറ്റീസ്. അതിലുള്ളതാണ് കാർബോഹൈഡ്രേറ്റ്സ്, ലിപ്പിഡ്സ് ആൻഡ് ഫാറ്റ്സ്, പ്രോട്ടീൻസ്. ഈ നെക്സ്റ്റ് ഫുഡ് ടൈപ്പ് എന്നാണ് ഗ്രോത്ത് പ്രൊമോട്ടിംഗ് എന്ന് പറയും. ഗ്രോത്ത് പ്രൊമോട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഈ ടൈപ്പ് ഫുഡ് ഉണ്ടെങ്കിൽ മാത്രമേ, പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ കൂടുതൽ ആവശ്യമാണ് ഗ്രോത്ത് പ്രൊമോട്ടിങ്. നമ്മുടെ കാര്യത്തിലാണെങ്കിൽ മെയിൻ്റനൻസ് ഫങ്ഷൻസിനും ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് മുന്നതാണ് പ്രോട്ടീൻ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ. സെക്കൻഡ് ഈസ് certain minerals, especially like calcium, phosphorus ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. പിന്നെയുള്ളതാണ് പ്രൊട്ടക്റ്റീവ് ഫുഡ് എന്ന് പറഞ്ഞാൽ ഈ ഫുഡ് ഉണ്ടെങ്കിൽ മാത്രമേ സെല്ലിനെ പലതരത്തിലും അത് പ്രൊട്ടക്റ്റ് ചെയ്യും, പല ഡിസീസിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യും. ഒരു എക്സാമ്പിളാണ്, ഫോർ എക്സാമ്പിൾ പ്രോട്ടീൻസിൻ്റെ കേസ് എടുത്താൽ തന്നെ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് നമുക്കറിയാം, നമ്മുടെ ആൻറ്റിബോഡീസ്, ഇൻസുലിൻ എന്ന് പറഞ്ഞ എൻസൈം, ഇതെല്ലാം ഒരു തരം പ്രോട്ടീൻ തന്നെയാണ്. അതായത് ഓൾ എൻസൈംസ് ആർ പ്രോട്ടീൻസ്. പിന്നെ മിനറൽസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സോഡിയം പൊട്ടാസ്യം പമ്പൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ അതിലൊക്കെയും ഉള്ള പല മിനറൽസ്, കാൽഷ്യംസ്, വൈറ്റമിൻ കെ ബ്ലഡ് ക്ലോട്ടിങ്ങിലൊക്കെ വേണമെന്ന് കേട്ടിട്ടുണ്ട്. സോ ഇതെല്ലാം പ്രൊട്ടക്റ്റീവ് ഫുഡായിട്ട് വരാം. പിന്നെ നേരത്തെ പറഞ്ഞ അതേ ക്ലാസിഫിക്കേഷൻ വാട്ടറാണ്. ഇറ്റ്സ് കൺസിഡർ ആസ് എ മോസ്റ്റ് വൈറ്റൽ ഡയറ്ററി റിക്വയർമെൻറ്റ് ഓഫ് ദ ഫുഡ്. ആൻഡ് നമ്മളെല്ലാവരും 8 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ബോഡി സൈസ് അനുസരിച്ചിട്ട് ക്വാണ്ടിറ്റി ഡിഫർ ചെയ്യും. പിന്നെയുള്ളൊരു ക്ലാസിഫിക്കേഷനിൽ പെട്ടതാണ് റഫേജ് ഓർ ഡയറ്ററി ഫൈബേഴ്സ്. അത് ബേസിക്കലി സെല്ലുലോസ്, ഹെമിസെല്ലുലോസ്, ലിഗ്നിൻ, മ്യൂസിലേജസ് ആൻഡ് പെക്റ്റിൻസ്, ഇതൊക്കെയാണ് അതിലുള്ളത്. ബട്ട് ഡയറ്ററി ഫൈബേഴ്സ് അല്ലെങ്കിൽ ഫൈബർ റിച്ച് ഫുഡ് ഉണ്ടെങ്കിലാണ് നമ്മുടെ ബൗൾ മൂവ്മെൻറ്റും അതുപോലെ തന്നെ ഡിഫിക്കേഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ നമ്മുടെ ഇതൊക്കെ പ്രോപ്പറായിട്ട് നടക്കുകയുള്ളൂ. ബട്ട് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന ഡൈജഷൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും ബേസിക്കലി ഈ റഫേജിൽ പെട്ട സംഭവങ്ങൾ ഒരു ഓർഗൻസിലും ഡൈജസ്റ്റ് ആകുന്നില്ല. ബട്ട് അതിൽ ആദ്യത്തിൽ എത്തും. പക്ഷേ അത് പലതരത്തിൽ
അത് ബൗൾ മൂവ്മെൻറ്റ് പ്രോപ്പറാക്കാൻ സഹായിക്കും. നെക്സ്റ്റ് ഈസ് ബേസ്ഡ് അപ്പോൺ ദി ടൈപ്സ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ ബേസിക്കലി 2 ടൈപ്പാണ് വന്നത്, ഓട്ടോട്രോഫിക് ആൻഡ് ഹെറ്ററോട്രോഫിക്. ഓട്ടോട്രോഫി എന്ന് പറഞ്ഞാൽ വേർഡ് മീനിങ് തന്നെ ഇതാണ്, നമുക്ക് സ്വയം ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി വിച്ച് ക്യാൻ സിന്തസൈസ് ദെയർ ഓൺ ഫുഡ്. അതിൽ ബേസിക്കലി 2 കാറ്റഗറീസ് ഉണ്ട്, ഫോട്ടോട്രോപ്സും ഉണ്ട്, കീമോട്രോപ്സും ഉണ്ട്. ഫോട്ടോട്രോപ്സ് ബേസിക്കലി ലൈറ്റാണ് യൂസ് ചെയ്യണമെങ്കിൽ, കീമോട്രോപ്സ് മെയിൻലി കെമിക്കൽ കോമ്പൗണ്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതിൽ തന്നെ ഓർഗാനിക് മോളിക്യൂൾസ്, അതായത് കാർബൺ കണ്ടെയ്നിങ് ആണെങ്കിൽ കൂടുതലും ഓർഗാനോട്രോപ്സ് എന്ന് പറയും. അതുപോലെ തന്നെ ഇൻഓർഗാനിക്, അതായത് കാർബൺ ഇല്ലാത്ത ടൈപ്പ് ഓഫ് മോളിക്യൂൾ ആണെങ്കിൽ ലിത്തോട്രോപ്സ് എന്ന് പറയും. അതിലാണ് നമ്മുടെ ഈ നൈട്രൈറ്റും സൾഫേറ്റൊക്കെ പെടുന്നത്. നെക്സ്റ്റ് ഇസ് ഹെറ്ററോട്രോഫി. നമ്മളെല്ലാവരും ഹെറ്ററോട്രോപ്സ് തന്നെയാണ്, കാരണം ഓട്ടോട്രോഫി നമുക്കറിയാം നമ്മൾ പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫുഡിന്. അപ്പോൾ ഹെറ്ററോട്രോപ്സ് എന്ന് പറഞ്ഞാൽ ദോസ് ഹു കനോട്ട് സിന്തസൈസ് ദെയർ ഫുഡ് ആൻഡ് ദേ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഡിപ്പെൻഡ് അപ്പോൺ ദി ഹെറ്ററോട്രോപ്സ്. അപ്പോൾ ബേസിക്കലി അത് എങ്ങനെയാണ് ഫുഡ് എടുക്കണമെന്ന ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് 2 ടൈപ്പ് ഉണ്ട്, ഫാഗോട്രോപ്സും സാപ്രോട്രോപ്സും. ഫാഗോട്രോപ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെ തന്നെ ഡയറക്റ്റ്ലി ഫുഡ് മൗത്തിൽ കൂടി അല്ലെങ്കിൽ ഏതെങ്കിലും ഫുഡ് വാക്യൂൾസ്, ഇപ്പോൾ ചില അമീബയുടെയൊക്കെ കേസിലാണെങ്കിൽ ഇൻജസ്റ്റ് ചെയ്യും, പിന്നെ ബോഡിയുടെ അകത്ത് വെച്ചിട്ടാണ് ഡൈജസ്റ്റ് ചെയ്യുന്നത്. സാപ്രോട്രോപ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇഞ്ചക്ഷൻ നടക്കില്ല, ഇൻസ്റ്റെഡ് അവർ കുറേ എൻസൈംസ് പുറത്തോട്ട് റിലീസ് ചെയ്യും, എന്നിട്ട് ഔട്ട്സൈഡിൽ വെച്ച് തന്നെ ഡൈജഷൻ എല്ലാം നടന്നിട്ട് പിന്നെ അതിൻ്റെ ന്യൂട്രിയൻസ് അത് അബ്സോർബ് ചെയ്യും. അപ്പോൾ ബേസിക്കലി ഇപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ നോക്കുമ്പോൾ ഇതെല്ലാം പക്ഷേ ഹോളോസോയിക് കാറ്റഗറിയിൽ പെട്ടതാണ്. ഇപ്പോൾ ഹോളോസോയിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭയങ്കര വാസ്റ്റ് വെറൈറ്റി ഓഫ് ആനിമൽ കിങ്ഡത്തിൽ ഹെർബിവോഴ്സ്, കാർണിവോഴ്സ്, സ്കാവഞ്ചേഴ്സ്, ഇതെല്ലാം ഹോളോസോയിക് ടൈപ്പ് തന്നെയാണ്. പിന്നെ കുറച്ച് ഫുഡ് റിലേഷൻസ് ഉണ്ട്, അതനുസരിച്ചിട്ടാണ് മ്യൂച്വലിസം, പാരസൈറ്റിസം, സാപ്രോസോയിക് ന്യൂട്രീഷൻ എന്നൊക്കെ ക്ലാസിഫൈ ചെയ്തത്. അപ്പോൾ കമ്മിങ് ടു ഓട്ടോട്രോഫി, നമുക്കറിയാം ഓട്ടോട്രോഫിയുടെ വേർഡ് മീനിങ്ങിൽ തന്നെയുണ്ട്. ഓട്ടോസ് മീൻസ് സെൽഫ്, ട്രോഫി മീൻസ് നറിഷ്മെൻറ്റ്. ദാറ്റ് മീൻസ് ദേ പ്രൊഡ്യൂസ് കോംപ്ലെക്സ് ഓർഗാനിക് കോമ്പൗണ്ട് ഫ്രം സിമ്പിൾ ഇൻഓർഗാനിക് കോമ്പൗണ്ട്. അപ്പോൾ നമുക്കറിയാവുന്നതാണ് ഫോട്ടോസിന്തസിസ് തന്നെ ബേസിക്കലി അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ടാണ് നമുക്ക് ഓക്സിജനൊക്കെ കിട്ടുന്നത്. പക്ഷേ അതിൻ്റെ മെയിൻ പേർപ്പസ്, പ്ലാന്റിനെ സംബന്ധിച്ച് അതിൻ്റെ മെയിൻ പേർപ്പസ് എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും സൺലൈറ്റൊക്കെ യൂസ് ചെയ്ത് കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഷുഗേഴ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതാണ് പറഞ്ഞത്, സിമ്പിൾ മോളിക്യൂൾസിൽ നിന്ന് ഇൻഓർഗാനിക് മോളിക്യൂൾസിൽ നിന്ന് ദേ പ്രൊഡ്യൂസ് കോംപ്ലെക്സ് ഓർഗാനിക് കോമ്പൗണ്ട്. ആൻഡ് ഈ പ്രോസസ്സിന് ഏത് പ്രോസസ്സിനാണെങ്കിലും ഒരു എനർജി ആവശ്യമാണ്. അപ്പോൾ ഇവിടെ എനർജി എന്ന് പറയുന്നത് ഓട്ടോട്രോപ്സിൽ ബേസിക്കലി സൺലൈറ്റാണ് ഡിപ്പെൻഡ് ചെയ്യണത്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കീമോട്രോപ്സിലാണെങ്കിൽ ഇൻഓർഗാനിക് കെമിക്കൽസ് ആണ്. എനിവേ ഈ 2 കാറ്റഗറി ആൾക്കാരെയും നമ്മൾ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് എന്ന് വിളിക്കും. അപ്പോൾ നമ്മളുടെ ഒരു ചിന്ത ചിലവരെങ്കിലും വിചാരിക്കാറുണ്ടാവും, അതായത് നമ്മുടെ ഫോട്ടോസിന്തസിസിൽ എപ്പോഴും ഓക്സിജൻ റിലീസ് ചെയ്യുന്നു, അത് നിർബന്ധമില്ല. പ്ലാന്റ്സ്, ആൽഗെ, പ്രൊട്ടിസ്റ്റ്, സൈനോബാക്ടീരിയ എന്നിവയൊക്കെ ഓക്സിജൻസ് റിലീസ് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ഓക്സിജനിക് പ്രോസസ്സാണ് അവരുടെ ഫോട്ടോസിന്തസിസ്. അതേസമയം ചില സ്പെഷ്യൽ ബാക്ടീരിയ ഓഷ്യനിലൊക്കെ കാണാം, പുറത്തൊക്കെ കാണാം, ഗ്രീൻ ആൻഡ് പർപ്പിൾ സൾഫർ ബാക്ടീരിയ ഗ്രൂപ്പ്സ്. ബേസിക്കലി ഫോട്ടോസിന്തസിസ് അവർക്ക് പറ്റുന്നുണ്ട്, കാരണം അവരുടെ ക്ലോറോഫിൽ പിഗ്മെൻറ്റ് അല്ലെങ്കിൽ അതിന് ആവശ്യമുള്ള പിഗ്മെൻറ്റ്സ് ഉണ്ട്. പക്ഷേ ദേ കാൺ റിലീസ് ഓക്സിജൻ, ഹെൻസ് നെയിംഡ് ആസ് അനോക്സിജൻ. പിന്നെയുള്ള കാറ്റഗറിയാണ് നമ്മൾ കീമോട്രോപ്സ് ബേസിക്കലി കീമോട്രോഫി ഫിനോമിനൻ കൂടുതൽ കാണുന്നത് ഓക്സിജൻ ഇല്ലാത്തൊരു എൻവയോൺമെൻറ്റിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓക്സിജൻ ഇല്ലാത്തപ്പോൾ നെക്സ്റ്റ് പ്രിഫേർഡ് ഇലക്ട്രോൺ സോഴ്സസ് ആയ നൈട്രേറ്റ്സ്, സൾഫർ, അയേൺ, മിഥെയിൻ ഇതെല്ലാമാണ് യൂസ് ചെയ്തിട്ടാണ് ഇവർ എനർജി ഡിറൈവ് ചെയ്യുന്നത്. പക്ഷേ കമ്പയർഡ് ടു ഓട്ടോട്രോപ്സ് അവരുടെ എനർജി, അല്ലെങ്കിൽ അവരുണ്ടാക്കുന്ന എനർജി വളരെ കുറവാണ്. പക്ഷെ ആ എനർജി അതുകൊണ്ട് തന്നെ നമുക്കൊന്നും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, അവരുടെ ബേസിക് സർവൈവലിനെ അവർ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നാണ്. അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ ഒരു എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നതാണ് ആ ബ്ലൂ ഫിഗർ. അതിൽ ശരിക്കും എന്താണെന്ന് വെച്ചാൽ ഈ ഹൈഡ്രോതേർമൽ വെൻസ് എന്നൊക്കെ പറയും, ഓഷ്യൻസിലൊക്കെയുള്ള ചില ഒരു വോൾക്കാനോസ് ഒക്കെ പോലെ തോന്നും ഓഷ്യൻ്റെ അടിത്തട്ടിൽ. ആ ഭാഗത്തൊക്കെ ഇതിൻ്റെ കീമോട്രോപ്സ് ഒരുപാടുണ്ട്. ആ കാറ്റഗറിയിൽപ്പെട്ടതാണ് ഹൈഡ്രോസോമോണസ്, സൾഫോമോണസ്, ഫെറോമോണസ്, മിഥാനോമോണസ്, നൈട്രോസോമോണസ്, എക്സെട്ര. ഇനി ഹെറ്ററോട്രോപ്സ്. അപ്പോൾ ഹെറ്ററോട്രോപ്സ് നമ്മൾ പറഞ്ഞ ഓട്ടോട്രോപ്സിന് നേർ വിപരീതമാണ്. ഇവിടെ എന്ന് വെച്ചാൽ ഓട്ടോട്രോപ്സ് ഉണ്ടാക്കിയ ഓർഗാനിക് കോമ്പൗണ്ട് ദേ യൂട്ടിലൈസ് ഫോർ ദെയർ എനർജി റിക്വയർമെൻറ്റ്.
നമുക്ക് തന്നെ ഇപ്പോൾ ഗ്ലൂക്കോസ് ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ ആ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഫോർ അവർ എനർജി വി യൂട്ടിലൈസ് ഇറ്റ്. ആൻഡ് ഹിയർ അതർ ഡിഫറൻസ് ഇസ് ദാറ്റ് ഹിയർ ദേ ബ്രേക്ക് ഡൗൺ ദിസ് കോംപ്ലക്സ് ഫുഡ് ഇൻ ടു സിമ്പിൾ ഫുഡ് മോളിക്യൂൾസ് ആൻഡ് യൂട്ടിലൈസ് ദ സെയിം ഫോർ ദിയർ ബോഡി ഫംഗ്ഷൻ ആൻഡ് ഗ്രോത്ത്. അവിടെ എന്തായിരുന്നു, സിമ്പിളിൽ നിന്ന് കോംപ്ലക്സ് ഉണ്ടാക്കുമ്പോൾ ഹെറ്ററോട്രോപ്സ് എന്ത് ചെയ്യും, ആ ഉണ്ടാക്കിയ കോംപ്ലക്സിന് തിരിച്ച് സിമ്പിളറാക്കും. ആ പ്രോസസ്സിൽ റിലീസ് ചെയ്യുന്ന എനർജി വെച്ചിട്ടാണ് നമ്മൾ സർവൈവ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഓട്ടോട്രോപ്സിനെ നമ്മൾ പ്രൊഡ്യൂസേഴ്സിനെ വിളിക്കുമ്പോൾ ഹെറ്ററോട്രോപ്സിനെ ജനറലി നമ്മൾ കൺസ്യൂമേഴ്സിനാണ് വിളിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ കാണാം, അതായത് ഹെറ്ററോട്രോപ്സിന് പല സ്റ്റേജസ് ഉണ്ട്. ഇപ്പോൾ പ്ലാന്റ്സിനെ ഡയറക്റ്റായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നവരാ പ്രൈമറി കൺസ്യൂമേഴ്സ് എന്ന് പറയും. ഇനി പ്രൈമറി കൺസ്യൂമേഴ്സിനെ ഇൻഡയറക്ട്ലി പ്രൊഡ്യൂസേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. പക്ഷേ ദേ ഈറ്റ് അപ്പോൺ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ആർ ക്ലാസിഫൈഡ് ആസ് സെക്കൻഡറി കൺസ്യൂമേഴ്സ് ആൻഡ് ടെർഷ്യറി കൺസ്യൂമേഴ്സ്. ഫൈനലി ഏത് തരം കൺസ്യൂമർ ആണെങ്കിലും നമ്മളാണെങ്കിലും പ്ലാന്റ്സ് ആണെങ്കിലും ഫൈനലി ദേ ആർ അണ്ടർഗോയിങ് ഡീകമ്പോസസിൻ്റെ ആക്ഷൻ ഉണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും ഡീഗ്രേഡ് ചെയ്ത് വീണ്ടും സോയിലിലോട്ട് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിലോട്ട് തിരിച്ച് ഇനോർഗാനിക് കോമ്പൗണ്ടായിട്ട് മാറും. അപ്പോൾ ബേസിക്കലി ഈ ഒരു നല്ലൊരു രസമുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ ദർസ് 10% റൂൾ ആപ്ലിക്കബിൾ ആണ്. അതായത് ഇപ്പോൾ ഫോട്ടോസിന്തസിസ് തന്നെ വളരെ ചെറിയൊരു സണ്ണിൻ്റെ എനർജി മാത്രമേ പ്ലാന്റ്സിന് ട്രാപ്പ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അവർ ട്രാപ്പ് ചെയ്ത എനർജിയിൽ തന്നെ പ്രൈമറി കൺസ്യൂമേഴ്സിലെത്തുമ്പോൾ അവരുടെ എനർജിയിൽ ജസ്റ്റ് 10% മാത്രമേ പ്രൈമറി കൺസ്യൂമേഴ്സിന് ലഭിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം ഹീറ്റായിട്ട് വേസ്റ്റ് ആവും. അതുപോലെ സെക്കൻഡറി കൺസ്യൂമേഴ്സിൽ വീണ്ടും അതിൽ നിന്ന് 10th, പിന്നെ വീണ്ടും അതിൽ നിന്ന് 10th, അങ്ങനെ വരുമ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ നമ്മുടെ ഹെർബിവോർസ് അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെയുള്ള വല്ല ബ്രാഹ്മിൻസ്, വെജിറ്റേറിയൻസിനൊക്കെയാണ് കൂടുതലും എനർജി റിച്ച് ഫുഡ് ഉണ്ടാകുന്നത്. പക്ഷേ എന്നാലും അത് ക്വാണ്ടിറ്റി ഡിഫർ ചെയ്യും. നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി കഴിച്ചാൽ നമ്മുടെ എനർജി സോഴ്സ് അവരെക്കാളും കൂടുതൽ. നെക്സ്റ്റ് കമ്മിങ് ടു ഹോളോസോയിക് ന്യൂട്രീഷൻ. ഇപ്പോൾ ഹോളോസോയിക് ഞാൻ പറഞ്ഞു നോർമലി മൗത്തിൽ നിന്ന് ഇൻജസ്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ കോംപ്ലക്സ് ഫുഡ് മെറ്റീരിയൽ, അല്ലെങ്കിൽ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും കോംപ്ലക്സ് ആണോന്നില്ല, ഈവൻ ലിക്വിഡ് വാട്ടർ ഓൾസോ വി ടേക്ക് ത്രൂ അവർ മൗത്ത്. സോ ഹോളോസോയിക്കിൽ തന്നെ പെടും. അതിനുശേഷം പിന്നീട് അതിൻ്റെ സബ്സീക്വൻറ്റ് ഡൈജഷൻ നടക്കും. ഡൈജസ്റ്റ് ചെയ്തിട്ടുള്ള അതിൽ നിന്ന് വേണ്ടപ്പെട്ട ന്യൂട്രിയൻസ് സെപ്പറേറ്റ് ചെയ്ത് അബ്സോർബ് ചെയ്യും ബോഡി. ഫൈനലി വേണ്ടാത്ത കോമ്പൗണ്ട്സ് എലിമിനേറ്റ് ചെയ്യും ബൈ പ്രോസസ് ഓഫ് വിജഷൻ. അപ്പോൾ ബേസിക്കലി ഇപ്പോൾ ഇതിൽ കണ്ട പോലെ തന്നെ ഇനി ഇതിൽ തന്നെ 3 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. നമ്മളെല്ലാവരും ഓംനിവോറസിൽ പെടും, അതായത് വി ഈറ്റ് ബോത്ത് പ്ലാന്റ്സ് ആൻഡ് ആനിമൽ. ബട്ട് ചില ആൾക്കാർ കംപ്ലീറ്റ്ലി ഹെർബിവോർ ആയിരിക്കും. ഇതിൽ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾസ് ഒക്കെ പോലെ. ആൻഡ് ഇതിൽ കൊടുത്തിരിക്കുന്ന കാർണിവോറസിൽ ടൈഗറും അങ്ങനെയുള്ള വെയിലും പിന്നെ ഹോക്ക് അല്ലെങ്കിൽ ഈഗിളെല്ലാം കംപ്ലീറ്റ്ലി കാർണിവോറിയസ് ആണ്. പിന്നെ ഇതിൽ കാർണിവോറസിൽ ഇവർ മാത്രമല്ല കേട്ടോ, നമ്മുടെ അമീബയും ഇതിൽ തന്നെ പെടും. പക്ഷേ ഇതിൻ്റെ കേസസിലാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അമീബക്ക് ഈ സ്യൂഡോപോഡിയ പോലെ അതിന് പ്രത്യേകിച്ച് ഷേപ്പൊന്നുമില്ല. അപ്പോൾ സ്യൂഡോപോഡിയാണ് അവരുടെ ബേസിക്കലി അവർ ബോഡിയിൽ തന്നെ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തിയിട്ട് ഫുഡ് എൻഗൾഫ് ചെയ്തിട്ട് അത് ഫുഡ് വാക്യൂളിലോട്ട് ഇടും. ഫുഡ് വാക്യൂളിൽ ഇട്ടിട്ട് പിന്നെ ഡൈജഷനൊക്കെ കഴിഞ്ഞിട്ട് വേസ്റ്റ് പ്രോഡക്റ്റ് റിലീസ് ചെയ്യും. അപ്പോൾ ഇവരുടെ മോഡ് ഓഫ് ന്യൂട്രീഷനും നമുക്ക് ഹോളോസോയിക്കിൽ തന്നെ പെടുത്താം. പിന്നെ ഞാൻ താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതായത് നമുക്കറിയാം ഈ കാർണിവോറസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോൾ നെക്സ്റ്റ് ഉള്ള റിലേഷനാണ് മ്യൂച്വലിസം. മ്യൂച്വലിസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മ്യൂച്വലി ഡിപ്പെൻഡൻ്റ് ആണ് അവർ. അതായത് അവർ രണ്ടുപേരും ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ശരിക്കും ജീവിക്കാൻ പറ്റുള്ളൂ. പക്ഷേ അത് എല്ലായ്പ്പോഴും അങ്ങനെ ഒബ്ലിഗേറ്ററി, അതായത് മസ്റ്റൊന്നുമല്ല. വേറൊരു ഗ്രൂപ്പുണ്ട്, അവർ നോൺ ഒബ്ലിഗേറ്ററി ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പാണ്. ബട്ട് അവർ ടുഗദർ ആണെങ്കിൽ അവർക്ക് ബെനിഫിറ്റ് ആണ്. അതർവൈസ് ഓൾസോ ദേ ക്യാൻ സർവൈവ്. അപ്പോൾ ഒബ്ലിഗേറ്ററി എന്ന് പറഞ്ഞാൽ അവർക്ക് സർവൈവലിന് അവർ രണ്ടുപേരും ഉണ്ടായേ തീരും. അതിനൊരു എക്സാമ്പിളാണ് നിങ്ങളുടെ ഫസ്റ്റ് സെമിസ്റ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, പ്രോട്ടോസോവൻസ് ഒക്കെ പഠിച്ചപ്പോൾ ട്രൈക്കോനിംഫ എന്ന് പറയുന്നത് കൂടുതലും ഒരു വുഡ് ഈറ്റിംഗ് ടെർമൈറ്റ്സിൻ്റെ ഗട്ടിലൊക്കെ ഉള്ള ഒരു ഓർഗാനിസമാണ്. അവർക്ക് എന്താണെന്ന് വെച്ചാൽ അവർ കുറച്ച് എൻസൈംസ് അവർ റിലീസ് ചെയ്യും. ആ റിലീസ് ചെയ്യുന്ന എൻസൈംസ് അവരുടെ ഡൈജഷൻ, അതായത് വുഡ് ഈറ്റിംഗ് ടെർമൈറ്റ്സ് ഈ വുഡ് ഡീഗ്രേഡ് ചെയ്ത് അതിൽ നിന്ന് എനർജി ഒബ്റ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ഡീഗ്രേഡ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഹോഴ്സിൻ്റെ ഇൻഡസ്റ്റൈന് ഡൈജഷനിൽ എടുക്കുമ്പോൾ ഒരു ഹോഴ്സ് സീക്കമാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതൊരു ജനറലി നമ്മൾ റൂമിനൻസ് എന്ന് പറഞ്ഞാൽ പശു അങ്ങനെയുള്ള കാറ്റഗറിയിലൊക്കെ പെടുന്ന ഓർഗാനിസംസിനും ഈ പറഞ്ഞ പോലെ ബാക്ടീരിയ ആൻഡ് ഫ്ലജല്ല ജനറലി ഒരു മ്യൂച്വലിസ്റ്റിക് റിലേഷനാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്.
അതായത് ഈ ബാക്ടീരിയ ആൻഡ് ഫ്ലജല്ലേ അവരുടെ ബോഡിയിലാണ് കഴിയുന്നത്. ബട്ട് ഇവർക്ക് വേണ്ട ഡൈജഷനുള്ള എൻസൈംസ് ഒക്കെ ഇൻറ്റേൺ ഇവർ പ്രൊവൈഡ് ചെയ്യും. പിന്നെ ഉള്ളതാണ് നമ്മുടെ പ്രോട്ടോകോപ്പറേഷൻ. ഒരു എക്സാമ്പിൾ നിങ്ങൾ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നതാണ്. സിംബയോട്ട് ആൻഡ്സ് ആൻഡ് അഫീഡ്സ്. അഫീഡ്സ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഈ ബ്ലാക്ക് ഇവിടെ ആൻഡ്സ്. അപ്പോൾ ജനറലി അഫീഡ്സ് സ്മോളർ ആണ്. ഇവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ദേ ആർ ഓൾസോ നോൺ ആസ് പ്ലാന്റ് സാപ്പ് സക്കിങ് ഇൻസെക്ട്സ്. അപ്പോൾ ഇവരെങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യണതെന്ന് വെച്ചാൽ സാധാരണ ഈ ബേസിക്കലി ആൻഡ്സ് അവർക്കൊരു ഹോസ്റ്റാണ്. അവർക്കൊരു ജീവിക്കാനുള്ള സ്ഥലം കൊടുക്കും. അതുപോലെ തന്നെ ചിലപ്പോഴൊക്കെ ഈ ആൻഡ്സ് ലീവ്സ് ഒക്കെ ഇട്ടൊക്കെ വരുമ്പോൾ ആ രീതിയിൽ അവർക്ക് ഫുഡ് മെറ്റീരിയൽ അല്ലാതെയും കിട്ടും. പക്ഷേ ഇൻറ്റേർഡ് ഇവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു സ്വീറ്റ് എക്സ്യൂഡേറ്റ് റിലീസ് ചെയ്യും. ബേസിക്കലി അത് ഷുഗർ ആൻഡ് പ്രോട്ടീൻ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അത് ഇവരുടെ അബ്ഡോമിനിൽ നിന്ന് റിലീസ് ചെയ്യുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ അവരുടെ അബ്ഡോമിനിലുണ്ടാവും. ആൻഡ് അവരുടെ ആൻറ്റീനെ യൂസ് ചെയ്തിട്ട് അത് സക്ക് ചെയ്ത് അതിനും ഇൻറ്റേൺ ഒരു ഫുഡ് പോലെ ആക്ട് ചെയ്യും. അപ്പോൾ ഇതിൽ കൊടുത്തേക്കുന്നത് ഒരു യൂട്യൂബ് ലിങ്കാണ്. യൂട്യൂബ് ലിങ്കിൽ ഒന്നുമില്ല, അതായത് പാരസിറ്റിക് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ കൂടുതലും ആക്ച്വലി ഒരു വൺ വേ റിലേഷൻഷിപ്പാണ്. അതായത് ഒരാൾക്ക് ബെനിഫിറ്റ് ഉണ്ട്, ഒരാൾക്ക് മിക്കവാറും കേസസിൽ ചെറിയ ഹാമൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ വലിയ ഹാം തന്നെ ഉണ്ടാവും. ചില കേസസിൽ ഈവൻ ഹാം ഇല്ലാതെ ഉണ്ടാവും. പക്ഷെ ഇതിൽ എന്തായാലും വൺ വേ റിലേഷൻഷിപ്പാണ്. അതുപോലെ തന്നെ ഏതാണ് മോസ്റ്റ് സക്സസ്ഫുൾ പാരസൈറ്റ് എന്ന് വെച്ചാൽ ആരാണ് മിനിമം ഹാം കോസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു ക്രാബിൽ ഒരു ഓയിസ്റ്റർ. ഈ ക്രാബ് പ്രത്യേകിച്ച് ഓയിസ്റ്റർ ഷെൽസിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ഈ ഓയിസ്റ്റർ ഷെല്ലിൽ നിന്ന് സെക്രീറ്റ് ചെയ്യണ മ്യൂക്കസ് സെക്രീഷൻസ് ആണ് ഇവർ ഫുഡായിട്ട് യൂസ് ചെയ്യണത്. പിന്നെ വേറൊരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ പാരസൈറ്റ്സ് ജനറലി ഹോസ്റ്റിനേക്കാളും സ്മോൾ ആയിരിക്കും. നിങ്ങൾക്ക് ഏറ്റവും പരിചിതമായ ഒരു പാരസൈറ്റിക് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാവിലെ ഇത്തിക്കണി ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ പ്രൊട്ടിസ്റ്റ്, ഹെൽമിൻസ്, ആർത്രോപോഡ്സിലൊക്കെ പാരസൈറ്റിക് റിലേഷൻഷിപ്പ് വളരെ കോമൺ ആണ്. നെക്സ്റ്റ് സാപ്രോസോയിക് ആൻഡ് ലാസ്റ്റ് വൺ ഓൾസോ. സാപ്രോസോയിക് എന്ന് പറയുന്നത് ഇവിടെ മെയിനായിട്ടും ഡെഡ് ആൻഡ് ഡീക്കേയിങ് ഓർഗാനിക് മാറ്ററിൽ നിന്ന് ആണ് ഇവർ ന്യൂട്രിയൻസ് ഒബ്റ്റൈൻ ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ ഹോളോസോയിക് ന്യൂട്രീഷൻ അല്ല. ഇവിടെ ഇവർ ഡൈജസ്റ്റ് എൻസൈം ഇവരുടെ ബോഡിക്ക് പുറത്ത് റിലീസ് ചെയ്യും. എന്നിട്ട് അവിടെ നിന്ന് റിലീസ് ചെയ്തിട്ട് അവിടെ വെച്ച് തന്നെ ഔട്ട്സൈഡ് ഓഫ് ദ ബോഡിയിൽ തന്നെ ഡിഗ്രേഡ് ചെയ്തിട്ട് അതിൽ നിന്നുള്ള ന്യൂട്രിയൻസ് ഇവരുടെ ബോഡിയിലോട്ട് അബ്സോർബ് ചെയ്യും. ബോഡി സർഫസ് വഴി, സ്കിൻ വഴി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വഴി അബ്സോർബ് ചെയ്യും. പിന്നെ ഇത് വളരെ കോമൺ ആണ് പ്രൊട്ടിസ്റ്റിൽ. അതുപോലെ തന്നെ ഫംഗൈ ആൻഡ് ബാക്ടീരിയയുടെ കേസിൽ പറഞ്ഞാൽ ഒരുവിധം എല്ലാവരും തന്നെ ഒരു സാപ്രോസോയിഡ്സ് ആണെന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ഇവരെ ജനറലി വി കോൾ ആസ് ഡീകമ്പോസേഴ്സ് ഓൾസോ. താങ്ക് യു.